ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ ക്ലാസ് വന്നിട്ട് കേരള PSCയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള നദികളെക്കുറിച്ചുള്ള ഒരുവിധം എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെട്ട ഒറ്റ ക്ലാസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഒരുപാട് എക്സ്പ്ലെയിൻഡ് ക്ലാസ് അല്ല, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ബേസിലാണ്. നമുക്ക് ഇതിൽ മുന്നത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ അങ്ങനെ പഠിച്ചു വെച്ചാലും കുറച്ച് ഓർമ്മ നിൽക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ക്ലാസ്സുകളുമായി വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വിദ്യാസത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി. വിദ്യാസത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ. ഏതു നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ അണക്കെട്ട്? ഏതു നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ അണക്കെട്ട്? നർമ്മദ നദിയിലേതാണ്. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക് ആണ്. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണ്. നമുക്കറിയാം, സിന്ധു നദി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എവിടേക്ക് പ്രവേശിക്കുന്നുണ്ട്? പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. സിന്ധു നദി സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന പാകിസ്ഥാനിലെ സ്ഥലം ഏതാണെന്നാണ് ചോദ്യം. സിന്ധു നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന പാകിസ്ഥാനിലെ സ്ഥലം ചോദിച്ചാൽ അത് അറ്റോക്കാണ്. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തെറ്റിപ്പോവാൻ വരുന്ന ഒരു കാര്യമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സിന്ധു നദി പാകിസ്ഥാനിൽ പ്രവേശിക്കുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് ചില്ലാറും, സിന്ധു നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന പാകിസ്ഥാനിലെ സ്ഥലം, സിന്ധു നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന പാകിസ്ഥാനിലെ സ്ഥലം അറ്റോക്കും, സിന്ധു നദി പാകിസ്ഥാനിൽ പ്രവേശിക്കുന്ന സ്ഥലം ചില്ലാറുമാണ്. രണ്ടും രണ്ടാണ്, മാറിപ്പോകരുത്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ പെടാത്ത നദിയെയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കൃഷ്ണ, കാവേരി, നർമ്മദ, മഹാനദി എന്നിവയിൽ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? കൃഷ്ണ, കാവേരി, നർമ്മദ, മഹാനദി എന്നിവയിൽ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ പെടാത്തത് ഏതാണ്? നർമ്മദയാണ്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ശരാവതി. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ശരാവതി. വിദ്യാസത്പുര നിരകളിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദി ഏതാണ്? നർമ്മദ. വിദ്യാസത്പുര പർവ്വത നിരകളിലൂടെ ഒഴുകുന്ന നദി ഉപദ്വീപീയ നദി എന്നെല്ലാം ചോദിച്ചാൽ അത് നർമ്മദയാണ്. പാകിസ്ഥാന്റെ ദേശീയ നദി ഏതാണ്? സിന്ധു. നമ്മൾ പറഞ്ഞു, പാകിസ്ഥാനിലേക്ക് സിന്ധു പ്രവേശിക്കുന്നു. ഏതിലൂടെയാണ്? കേന്ദ്രഭരണ പ്രദേശത്തിലൂടെയാണ് ഒഴുകുന്നതെന്ന് നമ്മൾ പറഞ്ഞത്. ലഡാക്കിലൂടെ ഒഴുകുന്ന, സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അടുത്തത്, ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ഒഡീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ആസാമിന്റെ ബ്രഹ്മപുത്ര, ഒഡീസയുടെ മഹാനദിയാണ്. ഗോമതി, യമുന, കോസി, നർമ്മദ എന്നിവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഗോമതി, യമുന, കോസി, നർമ്മദ എന്നിവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടാത്തത് ഏത്? നമ്മൾ പറഞ്ഞു, വിദ്യാസത്പുര നിരകളിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദിയാണ് നർമ്മദ എന്ന്. അപ്പൊ നർമ്മദയാണ് അത്. നർമ്മദ എന്നത് ഒരു ഹിമാലയൻ നദിയല്ല, അതൊരു ഉപദ്വീപീയൻ നദിയാണ്. ഗോമതി, യമുന, കോസി, നർമ്മദ എന്നിവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നർമ്മദയാണ്. ഭഞ്ചൻ ഏത് നദിയുടെ പോഷക നദിയാണ്? നർമ്മദയുടെ പോഷക നദിയാണ് ഭഞ്ചൻ എന്ന് പറയുന്നത്. കാവേരി നദീജല തർക്ക പരിഹാരം നിലവിൽ വന്നത് എന്നാണ്? 1990 കാവേരി നദീജല തർക്ക പരിഹാരം നിലവിൽ വന്നത്. രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ്? യമുന നദിയുടെ തീരത്താണ് രാജ്ഘട്ട് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ ഗംഗ, അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കാവേരി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി. ഇനി നമുക്ക് ഉത്തരം നർമ്മദ എന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി നർമ്മദയാണ്. അപ്പൊ നർമ്മദ ഒഴുകുന്നത് മധ്യപ്രദേശിലൂടെയാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. മധ്യപ്രദേശിന്റെ ജീവരേഖ നർമ്മദയാണ്. വിദ്യാസത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. വിദ്യാസത്പുര പർവ്വത നിരകളിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദിയാണ് നർമ്മദ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ
ഏറ്റവും വലിയ നദിയാണ്. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദി കൂടിയാണ് നർമ്മദ. ബെഞ്ചൻ ഏത് നദിയുടെ പോഷക നദിയാണ് എന്ന് ചോദിച്ചാൽ നർമ്മദയുടെയാണ്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഒരു പ്രധാന നദിയാണ് നർമ്മദ. ഭ്രംശ താഴ്വര. നർമ്മദയുടെ നീളം 1312 കിലോമീറ്റർ ആണ്. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം അമർകണ്ടക് കുന്നിലെ മൈക്കല പർവ്വതനിരകളിൽ നിന്നാണ്. പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് നർമ്മദ. മധ്യപ്രദേശിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദി ഒഴുകിയെത്തുന്ന സ്ഥലം ഏതാണ്? അറബിക്കടലിലാണ് ഒഴുകിയെത്തുന്നത്. നർമ്മദ നദി ഏത് കടലിൽ പതിക്കുന്നു? അറബിക്കടലിൽ പതിക്കുന്നു. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് നർമ്മദ. ഗോർസോപ്പ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ്? ജോഗ് വെള്ളച്ചാട്ടമാണ്. ഗോർസോപ്പ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടമാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചാൽ ചിനാബാണ്. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് സിന്ധു. സിന്ധു നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള എയർപോർട്ടാണ് ലേ എയർപോർട്ട്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള എയർപോർട്ട് ഏതാണ്? ലേ എയർപോർട്ടാണ്. സിന്ധു നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള എയർപോർട്ട് ഏതാണ്? ലേ എയർപോർട്ട്. കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? RK ഷൺമുഖം ചെട്ടിയാണ്. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എത്രയാണ്? 709 കിലോമീറ്റർ ആണ്. 709 കിലോമീറ്റർ. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? സാങ്പോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്നു. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്നാണ്? ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4-നാണ്. മഹാനദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? സാമ്പൽപൂർ, കട്ടക്. മഹാനദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് സാമ്പൽപൂർ, കട്ടക്. നർമ്മദ, പെരിയാർ, മഹാനദി, സിന്ധു എന്നീ നദീവ്യൂഹങ്ങളിൽ അറബിക്കടലിൽ പതിക്കാത്ത നദി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഹാനദിയാണ്. നർമ്മദയും പെരിയാറും സിന്ധുവുമെല്ലാം അറബിക്കടലിലാണ് പതിക്കുന്നത്. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി. ഗുജറാത്തിലെ സൂറത്ത് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീക്കരയിലാണ്? താപ്തിയിലാണ്. ഗുജറാത്തിലെ സൂറത്ത് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണെന്ന് ചോദിച്ചാൽ താപ്തിയിലാണ്. ഇന്ദ്രാവതി, ശബരി എന്നിവ ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരിയുടെ പോഷക നദിയാണ്. മാഞ്ചുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. ഉപദ്വീപിയൻ നദികളിൽ നമ്മൾ പറഞ്ഞു നർമ്മദ ഉപദ്വീപിയൻ നദിയാണെന്ന് പറഞ്ഞു. ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം ഏതാണ്? കൊല്ലേരുവാണ്. ആന്ധ്രാപ്രദേശിലെയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരുവാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകവും കൊല്ലേരുവാണ്. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മണ്ഡോവിയാണ്. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി മണ്ഡോവിയാണ്. ഭൂട്ടാനിൽ നിന്ന് ഉത്ഭവിച്ചു ഇന്ത്യയിൽ പ്രവേശിക്കുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദി ഏതാണ്? മനാസ് ആണ്. ഭൂട്ടാനിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദി മനാസ്. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നായ കാലിബംഗൻ നഗരം ഏത് നദീതീരത്തായിരുന്നു? ഗഗ്ഗറിന്റെ നദീതീരത്താണ്. കാലിബംഗൻ നഗരം എവിടെയാണ്? സിന്ധു നദീതട സംസ്കാരങ്ങളിൽ ഒന്നായ കാലിബംഗൻ നഗരം ഏത് നദീതീരത്തായിരുന്നു? ഗഗ്ഗർ നദീതീരത്തായിരുന്നു. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കബനി. അതായത് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ കബനിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതാണ്? ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ്. കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളുടെ എണ്ണം എത്രയാണ്? 11 കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളുടെ എണ്ണം 11.
ബേപ്പൂർ പുഴ, ചൂലിക നദി, നിലമ്പൂർ നദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചാലിയാർ. ബേപ്പൂർ പുഴ, ചൂലിക നദി, നിലമ്പൂർ നദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചാലിയാർ. ഇന്ത്യയിലെ ഏറ്റവും അധികം പോഷക നദികൾ ഉള്ളത് ഏത് നദിക്കാണ്? ഗംഗയ്ക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം പോഷക നദികൾ ഉള്ളത് ഏത് നദിക്കാണ്? ഗംഗയ്ക്കാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഗംഗ. അപ്പോൾ അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത എത്രയാണ്? 1. അത് ഗംഗയിലാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് കൂടി ഒഴുകുന്ന നദി ഏതാണ്? നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് കൂടി ഒഴുകുന്ന നദി നെയ്യാർ. കല്ലടയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പേപ്പർ മിൽ ഏതാണ്? പുനലൂർ പേപ്പർ മിൽ. കല്ലടയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പേപ്പർ മിൽ പുനലൂർ പേപ്പർ മിൽ. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതിയേറിയ പുഴ ഏതാണ്? വളപട്ടണം പുഴ. കണ്ണൂരിലെ ഏറ്റവും വീതിയേറിയ പുഴയാണ് വളപട്ടണം പുഴ. വരുണ, അസി എന്നീ 2 പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലമാണ് വാരണാസി. വരുണ, അസി എന്നീ പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലമാണ് വാരണാസി. ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി. ബീഹാറിന്റെ ദുഃഖം കോസി. അടൽ സേതു പാലം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? രവി നദിക്ക് കുറുകെയാണ്. ജമ്മു കാശ്മീരിലാണ്. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം എന്താണ് അറിയപ്പെടുന്നത്? വൃഷ്ടി പ്രദേശമാണ്. നദിയിലേക്ക് വെള്ളം എത്തുന്ന പ്രദേശമാണ് വൃഷ്ടി പ്രദേശം. ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. പാക് ഉൾക്കടലിൽ, പാക് കടലെടുക്കിൽ ചെന്നു ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നദിയാണ് വൈഗ. പാക് കടലെടുക്കിൽ ചെന്നു ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നദിയാണ് വൈഗ. കേരളത്തിലെ മന്ന നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കുറ്റ്യാടിപ്പുഴയാണ്. കേരളത്തിലെ മന്ന നദി എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടിപ്പുഴയാണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് അഞ്ചരക്കണ്ടിപ്പുഴ. കണ്ണൂരിലാണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിപ്പുഴ കണ്ണൂരിലാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴയാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ. തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അരിയൂർ പുഴയാണ്. തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് അരിയൂർ പുഴ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴയാണ് മയ്യഴിപ്പുഴ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ മയ്യഴിപ്പുഴയാണ്. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ശിരുവാണി നദിയിലാണ്. ശിരുവാണിയാണ്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. യു ആകൃതിയിൽ ഒഴുകുന്ന കേരളത്തിലെ നദി ഏതാണ്? ചന്ദ്രഗിരി പുഴയാണ്. യു ആകൃതിയിൽ ഒഴുകുന്ന കേരളത്തിലെ നദി ചന്ദ്രഗിരി പുഴയാണ്. ഇനി ഹിമാലയൻ നീരൊഴുക്ക്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉത്തരപർവ്വത മേഖലകളിൽ നിന്നാണ് ഹിമാലയൻ നീരൊഴുക്ക്, അതായത് ഹിമാലയൻ നദികളുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖലകളിൽ നിന്നുമാണ്. വർഷം മുഴുവൻ ജലലഭ്യതയുള്ള നദികളാണ്, അതായത് വറ്റാത്ത നദികളാണ്. മഴയിൽ നിന്നും അതുപോലെ വേനൽക്കാലങ്ങളിൽ മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വറ്റാറില്ല. അതുപോലെ ഈ ഹിമാലയൻ നദികൾ സൃഷ്ടിക്കുന്ന പ്രധാന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വിസ്തൃതമായ താഴ്വരകൾ, പ്രളയ സമതലങ്ങൾ, ഓസ്ബോ തടാകങ്ങൾ, നദീമുഖങ്ങൾ, ഡെൽറ്റകൾ എന്നിവയാണ്. അപ്പോൾ ഡെൽറ്റ, ഓസ്ബോ തടാകങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് ആരാണ്? ഹിമാലയൻ നദീവ്യൂഹമാണ്. ഇവ തുടർച്ചയായി ഗതിമാറി ഒഴുകിക്കൊണ്ടിരിക്കും. പ്രധാന ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ. ഇനി ഉപദ്വീപീയ നദികളെ കുറിച്ച് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. ഹിമാലയൻ നദികളെക്കാൾ പഴക്കമുള്ളവയാണ് ഇവ. ഭൂരിഭാഗവും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. മഴയെ ആശ്രയിച്ച് മാത്രം സ്ഥിതി ചെയ്യുന്നതാണ്, അതായത് വേനൽക്കാലത്ത് ഇവയിൽ വെള്ളം കുറവായിരിക്കും. ഒന്നുകില്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലോ അല്ലെങ്കിൽ അറബിക്കടലിലോട്ടോ ഇത് പതിക്കുന്നു. പ്രധാന ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത് നർമ്മദ, മഹാനദി, കൃഷ്ണ, താപ്തി, ഗോദാവരി, കാവേരി എന്നിവയാണ്.
അല്ലെ ഏറ്റവും വലുത് ഗോദാവരിയാണ്. കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ ഇവ ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു ഹിമാലയൻ നദിയിലൊക്കെ താഴ്വരകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, വിസ്തൃതമായ താഴ്വരകൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളുടെ പതനസ്ഥാനം അറബിക്കടലും കിഴക്കോട്ട് ഒഴുകുന്നവയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലുമാണ്. കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നർമ്മദയും താപ്തിയുമാണ്. കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ അറബിക്കടലിൽ പതിക്കുന്നു. അപ്പൊ ഏതാണവ? നർമ്മദയും താപ്തിയുമാണ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയാണവ. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായ ഗതി, നീരൊഴുക്കിലെ അസ്ഥിരത, മിയാൻഡറുകളുടെ അഭാവം എന്നിവ ഉപദ്വീപീയ നദിയുടെ പ്രത്യേകതകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു പോകാം. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന 7 പുണ്യ നദികൾ ഏതാണ്? സിന്ധു, സരസ്വതി, ബിയാസ്, രവി, സത്ലജ്, ചലം, ചിനാബ് എന്നിവയാണ്. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന 7 പുണ്യ നദികളാണ് സിന്ധു, സരസ്വതി, ബിയാസ്, രവി, സത്ലജ്, ചലം, ചിനാബ് എന്നിവ. ഈ 7 പുണ്യ നദികൾ അറിയപ്പെടുന്നത് സപ്ത സിന്ധു എന്നാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയാണ് സിന്ധു. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത്. പാകിസ്ഥാന്റെ ദേശീയ നദിയും പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതും സിന്ധു നദി തന്നെയാണ്. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1960 സെപ്റ്റംബർ 19-നാണ്. 1960 സെപ്റ്റംബർ 19-നാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്. ഇത് ഏത് രാജ്യങ്ങൾ തമ്മിലാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. ഇതിൽ ഒപ്പുവെച്ച വ്യക്തി ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ്. മുൻ പാകിസ്ഥാൻ പ്രസിഡന്റും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ജവഹർലാൽ നെഹ്റു, മുൻ മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ്. ഇതിന് മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്കാണ്. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചലം നദിയെ പ്രാചീന കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് വിദാസ്ത എന്നാണ്. രവിയെയാണ് പരുഷ്ണി എന്നെല്ലാം ഐരാവതി എന്നറിയപ്പെട്ടിരുന്നത് രവി നദിയെയാണ്. ചിനാബ് നദിയെയാണ് അസ്കിനി എന്നറിയപ്പെട്ടിരുന്നത്. ബിയാസിനെയാണ് ബിബാസ എന്നറിയപ്പെട്ടത്. സത്ലജ് നദിയാണ് സദസ്രു എന്നറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം എന്ന് പറയുന്നത് ഗംഗാ നദീതടമാണ്. ജമ്മു പട്ടണത്തെ 2ആയി വിഭജിച്ചുകൊണ്ട് ഒഴുകുന്ന നദിയാണ് താവി നദി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദിയാണ് കോസി. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ദാമോദർ നദിയാണ്. ദാമോദർ നദിയാണ്. അതുപോലെ ഭഗീരഥി, അളകനന്ദ എന്നിവ സംഗമിക്കുന്നത് ദേവപ്രയാഗിലാണ്. എവിടെയാണ്? ദേവപ്രയാഗിലാണ്. അതുപോലെ യമുന, സോൺ, ബിയാസ്, അത് ക്വസ്റ്റ്യൻ ആണ്, ഇതിനു മുമ്പ് വന്നതാണ് കേട്ടോ. യമുന, സോൺ, ബിയാസ്, രാംഗംഗ എന്നിവയിൽ ഗംഗയുടെ പോഷക നദി അല്ലാത്ത നദി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോഷക നദി അല്ലാത്തത് യമുന, സോൺ, ബിയാസ്, രാംഗംഗയിൽ പോഷക നദി അല്ലാത്ത ഏതാണ്? ബിയാസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ളത് ആർക്കാണ്? ഗംഗയ്ക്കാണെന്ന് നമ്മൾ പറഞ്ഞു. ബ്രഹ്മപുത്രയെ പ്രാചീന നാമം എന്തായിരുന്നു? ലൗഹിത്യ എന്നായിരുന്നു. ബ്രഹ്മപുത്രയുടെ പ്രാചീന നാമം ലൗഹിത്യ എന്നും യമുനയെ കാളിന്തി എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. കാളിന്തി എന്നറിയപ്പെട്ടത് ആരെയാണ്? യമുനയെയാണ്. രേവ എന്നറിയപ്പെടുന്നത് നർമ്മദയെയാണ്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിന്ധു എന്നറിയപ്പെട്ടിരുന്നത് ഇൻഡസ് നദിയാണ്. ഇപ്പോൾ സിന്ധു നദി തന്നെയാണ്. ഓക്കെ. ഗോമൽ എന്നറിയപ്പെട്ടിരുന്നത് ആരിനെയാണ്? ഗോമതി നദിയെയാണ്. ഇനി നമുക്ക് ഇവയുടെ കുറച്ച് അപരനാമങ്ങൾ നോക്കാം. ജൈവ മരുഭൂമി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? ദാമോദർ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെട്ടിരുന്നതും ദാമോദറാണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? കോസി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദി. ആസാമിന്റെ ദുഃഖം ചുവന്ന നദി എന്നെല്ലാം അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയെയാണ്.
വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയെയും ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയെയും പാതാളഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയെയും അർദ്ധഗംഗ എന്നറിയപ്പെടുന്നതും കൃഷ്ണയെയാണ്. ഒന്നുകൂടെ പറയാം. വൃദ്ധഗംഗ ഗോദാവരി, ദക്ഷിണഗംഗ കാവേരി, പാതാളഗംഗ അർദ്ധഗംഗ എന്ന് പറയുന്നത് കൃഷ്ണയാണ്. ഗോവയുടെ ജീവരേഖയാണ് മണ്ഡോവി, സിക്കിമിന്റെ ജീവരേഖയാണ് ടീസ, ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖയാണ് ഗോദാവരി, മഹാരാഷ്ട്രയുടെ ജീവരേഖയാണ് കൊയ്ന, അതുപോലെ മധ്യപ്രദേശിലെ ഗംഗ എന്നറിയപ്പെടുന്നത് ബെയ്തുവയാണ്. മധ്യപ്രദേശിന്റെ ജീവരേഖ നർമ്മദ. ഒന്നുകൂടെ പറയാം. ഗോവയുടെ ജീവരേഖ മണ്ഡോവി, സിക്കിമിന്റെ ജീവരേഖ ടീസ, ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ ഗോദാവരി, മഹാരാഷ്ട്രയുടെ ജീവരേഖ കൊയ്ന, മധ്യപ്രദേശിന്റെ ജീവരേഖ നർമ്മദ. ബംഗാളിന്റെ ദുഃഖം ദാമോദർ, ബീഹാറിന്റെ ദുഃഖം കോസി, ഒഡീസയുടെ ദുഃഖം മഹാനദി, ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര എന്നിവയാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളച്ചാട്ടങ്ങൾ അവ എവിടെയാണ് ഏത് നദിയിലാണ് എന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമാണ് പറയുന്നുള്ളത്. ഹൊഗനിക്കൽ വെള്ളച്ചാട്ടം എവിടെയാണ്? കാവേരി നദിയിലാണ്. ഹൊഗനിക്കൽ വെള്ളച്ചാട്ടം കാവേരി നദിയിലാണ്. ജോഗ് വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ്, കർണാടകയിൽ. ജോഗ് വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ്, കർണാടകയിൽ. ശിവസമുദ്രം വെള്ളച്ചാട്ടം എവിടെയാണ്? കാവേരി നദിയിലാണ്, കർണാടകയിലാണ്. ദൂദ് സാഗർ വെള്ളച്ചാട്ടം മണ്ഡോവി നദിയിലാണ്. കുറ്റാലം വെള്ളച്ചാട്ടം ചിറ്റാർ നദിയിലാണ്. അതുപോലെ തന്നെ കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് വരാഹി നദിയിലാണ്. എവിടെയാണ്? വരാഹി നദിയിലാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. ജോഗ് വെള്ളച്ചാട്ടം ശരാവതി, കുഞ്ചിക്കൽ വരാഹി, ദൂദ് സാഗർ മണ്ഡോവി, ശിവസമുദ്രം കാവേരി, കുറ്റാലും ചിറ്റാറ്, ഹൊഗനേക്കൽ കാവേരി നദിയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഇന്ത്യയും പാകിസ്ഥാനും ആണെന്ന് പറഞ്ഞു. മുഹമ്മദ് അയ്യൂബ് ഖാനും ജവഹർലാൽ നെഹ്റു ആണെന്ന് പറഞ്ഞു. അതുപോലെ ഗംഗാ നദീജല കരാർ സന്ധിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. 1996-ലാണത്. അതുപോലെ മഹാകാളി നദീജല സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ നേപ്പാൾ എന്ന് പറയുന്നത്. ഇന്ത്യ ബംഗ്ലാദേശിന്റെ ഗംഗാ നദീജല സന്ധിയും ഇന്ത്യ നേപ്പാളിന്റെ മഹാകാളി നദീജല സന്ധിയും ഇന്ത്യ പാകിസ്ഥാന്റെയാണ് സിന്ധു നദീജല കരാർ എന്നും പറയുന്നത്. നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഒരുവിധം PYQ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ആ കൂടാണ്ട് കുറച്ച് 1-2 എക്സ്ട്രാ പോയിന്റ്സ് കൂടെ പറഞ്ഞു എന്നുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ ഓക്കെ ബൈ.